ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ? എന്നിരുന്നാലും നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം സാമാന്യ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അല്ലേ? നോക്കാം. 15 मिनट का कूल ऑफ टाइम प्रश्न पत्र वाचन के लिए है. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ചോദ്യ പേപ്പർ വായിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഗതിവിധി ഏക ഉത്തർ ലിഖ്ന അനിവാര്യ ഹെ. ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായും എഴുതിയിരിക്കണം. 2 से 6 तक की गतिविधियों में से किन्हीं 4 के उत्तर लिखे. 2 മുതൽ 6 വരെയുള്ള ആക്ടിവിറ്റികളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. അപ്പം അതിൽ ഒരെണ്ണം നിങ്ങൾക്ക് വിടാം. ഇനി ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. खंड पढ़े और प्रश्नों के उत्तर लिखे. बगीचे में एक सुंदर फूल खिला. तब 2 तितलियां आई, एक नीली और एक पीली. पीली तितली फूल पर बैठी, नीली तितली उड़ती रही. पीली ने कहा, आओ दोस्त, हम मधु पी ले. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ബഗീജമേ എക് സുന്ദർ ഫൂൽ ഖില. പൂന്തോട്ടത്തില് ഭംഗിയുള്ള പൂ വിരിഞ്ഞു അല്ലേ? അപ്പൊ അവിടെ ആരാണ് വരുന്നത്? 2 തിത്തലികൾ. അപ്പോ ഒന്നിന്റെ കളറ് നീലിയും പിന്നൊന്നിൻ്റെത് പീലിയും. നീല കളറുള്ളതും മഞ്ഞ കളറുള്ള പൂമ്പാറ്റകള് വന്നു അല്ലേ? പീലി തിത്തലി ഫൂൽ പർ ബൈട്ടി. നമ്മുടെ പീലി തിത്തലി ആ പൂവിലിരുന്നു. നീലി തിത്തലി ഉടുത്തി രഹി. നീലി തിത്തലി ആണെങ്കിലോ പറന്നു അല്ലേ? പീലിനെ കഹ. അപ്പോ പീലി എന്താണ് പറയുന്നത്? ആവോ ദോസ്ത് ഹം മധു പീലേ. വരൂ നമുക്ക് തേൻ കുടിക്കാം എന്നാണ് പറയുന്നത് അല്ലേ? നമുക്ക് ചോദ്യങ്ങൾ നോക്കാം അല്ലേ? ഫൂൾ കഹാം ഖില. എവിടെയാണ് പൂ വിരിഞ്ഞത്? ഓപ്ഷൻസ് ഉണ്ട്. താലാബ് മേ, ജംഗൽ മേ, ബഗീചെ മേ, ആസ്മാൻ മേ. എവിടെയാണ് ആൻസർ വരിക? ബഗീചെ മേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. തിത്തലിയ ബഗീചെ മേ കബ് ആയി. പൂമ്പാറ്റകൾ പൂന്തോട്ടത്തിൽ എപ്പോഴാണ് വന്നത്? ധൂപ് നിക്കൽനെ പർ, ഫൂൽ ഖിൽനെ പർ, ഹവ ആനെ പർ, ധൂൾ ഉഡ്നെ പർ. എപ്പോഴാണ് വന്നത്? പൂ വിരിഞ്ഞ സമയത്തല്ലേ? ഫൂൽ ഖിൽനെ പർ. മൂന്നാമത്തേത് ഫൂൽ പർ കോൺ ബൈട്ടി. പൂവിൽ ആരാണ് ഇരുന്നത്? നീലി തിത്തലി, കാലി തിത്തലി, ലാൽ തിത്തലി, പീലി തിത്തലി. ആരാണ് ഫൂൽ പർ ബൈട്ടി തിത്തലി? പീലി തിത്തലി അല്ലേ? ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ബഗീചമേ കോൺ കോൺ ആയി. ആരൊക്കെയാണ് പൂന്തോട്ടത്തിൽ വന്നത്? पीली और नीली तितली, नीली और काली तितली, काली और पीली तितली, पीली और भूरी तितली. ഏതാണ്? पीली और नीली तितली. ഇനി അഞ്ചാമത്തെ. मधु पीने के लिए तितलियां कहाँ आती है? മധു കുടിക്കാൻ വേണ്ടി, തേൻ കുടിക്കാൻ വേണ്ടി പൂമ്പാറ്റകൾ എവിടെയാണ് വന്നിരുന്നത്? തിൻകെ പർ, പത്തേ പർ, കലി പർ, ഫൂൽ പർ. എന്താണ് ആൻസർ വരിക? ഫൂൽ പർ. നമുക്ക് രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കാം. सूचना खंड पढ़े और प्रश्नों के उत्तर लिखे. 2 संतरे थे. एक दिन वे घूमने निकले. दोनों हंसते लुढ़कते फुदकते चले जा रहे थे. अचानक एक भालू सामने आ गया. ഇപ്പോൾ നമ്മുടെ ദോ സന്തരെ എന്നുള്ള പാഠത്തിലെയാണ് അല്ലേ? ദോ സന്തരേതെ. 2 ഓറഞ്ച് ഉണ്ടായിരുന്നു. അപ്പൊ 2 പേരും കൂടെ ഒരു ദിവസം കറങ്ങാൻ ഇറങ്ങിയതാണ്. ചിരിച്ചും ഉരുണ്ടും ചാടിയും ഒക്കെയാണ് അവര് കറങ്ങാൻ പോയത്. പെട്ടെന്ന് ഒരു ബാലു മുന്നിലോട്ട് വന്നു. സന്തരോം കി സാമനെ കോൺ ആ ഗയ. അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. സന്തരോം കി സാമനെ കോൺ ആ ഗയ. ഓറഞ്ചുകൾക്ക് മുന്നിൽ ആരാണ് വന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ബാലു, ബന്ദർ, ഹാത്തി, ജിറാഫ്. ഏതാണ് വരിക? ബാലു. ഇനി അടുത്തത് വാർത്താലാപ് കോ ആഗേ ബഡായേ. സംഭാഷണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സന്തര ഏക് ക്യാ ഹം ഘൂംനെ ചലേ. ഇപ്പൊ നമ്മൾ 5ാം ക്ലാസ് ആണ് അല്ലേ? സിമ്പിൾ ആയിട്ട് എഴുതണം അല്ലേ? അപ്പോൾ സന്തര ഏക് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ സെന്റൻസിൽ എഴുതാം. സന്തര ധോ.
അപ്പൊ എന്താ ഇതാ? ഹാ ചലേ, പോകാം എന്ന് പറഞ്ഞ് കൊടുക്കാം അല്ലെ. അപ്പൊ സന്തര ഏക്, ദേക്കോ വഹാം കോൺ ഹെ, അവിടെ ആരാ ഉള്ളത്? സന്തര ദോ, വഹാം ഏക് ബാലു ഹെ, അവിടെ ഒരു കരടിയാണ്. സന്തര ഏക്, ചലോ ജൽദി ചലോ, നമുക്ക് വേഗം പോകാം എന്നുള്ള രീതിയിൽ ചെറിയ സെന്റൻസിൽ നമുക്ക് ഈ സംഭാഷണം പൂർത്തിയാക്കാം. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിത കാ യഹ് അംശ് പഠേ और प्रश्नों के उत्तर लिखे. കവിത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. रिमझिम रिमझिम वर्षा आई, धरती की सब प्यास बुझाई, शाम घटाएं घुमट रही है, नदी नालियां उमड़ रही है, भरे हुए है ताल तलैया, बूंदे करती ताता तैया. നോക്കാം അല്ലെ. നദി നാലിയാം ക്യാ കർ റഹി ഹെ, നമുക്ക് തന്ന വരിയിൽ തന്നെ ഉണ്ട് നദി നാലിയാം ഉമഡ് റഹി ഹെ. അപ്പോൾ ഉമഡ് റഹി ഹെ എന്നാണ് ആൻസർ വരിക. രണ്ടാമത്തേത് നോക്കൂ. ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ, ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. വർഷ ആ ഗയി ഓർ ധർത്തി കി പ്യാസ് ബുജാദി, മഴ വന്നു അപ്പോൾ ധർത്തി കി പ്യാസ് ബുജാദി, ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു. അപ്പൊ ഏതാണ് വരിക? റിംജിം റിംജിം വർഷ ആയി, ധർത്തി കി സബ് പ്യാസ് ബുജായി. ആദ്യത്തെ രണ്ട് ലൈനാണ് ശരിയായ ആൻസർ. तालाब भरे हुए है और बूंदे नाचती है, ഏതാണ് വരിക? ഭരേ ഹുയേ ഹേ താൽ തലയ്യ, ബൂന്തേ കർത്തി താത്താ തയ്യ, വെള്ളം കുളങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു, അപ്പോൾ ഓരോ തുള്ളികളും നാച്തി ഹേ, ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ വരുന്ന വരികൾ അവസാനത്തെ രണ്ട് വരികളാണ്. അപ്പം അതാണ് ശരിയായ ആൻസർ. ഇനി നമുക്ക് നാലാമത്തെ ആക്ടിവിറ്റി നോക്കിയാലോ. ചിത്ര കെ സ്ഥാൻ പർ ഉചിത് ശബ്ദ് ജോഡേ ഓർ വാക്യ ലിഖേ. ഇപ്പൊ നമ്മുടെ സെന്റൻസുകളിൽ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ചിത്രങ്ങളുടെ എല്ലാം ഹിന്ദി പേര് എഴുതിയിട്ട് ഇത് പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് എന്നുള്ളത്. ബോൾ, ചായ്, പില്ല, ഘർ, കിതാബ്, ഇതെന്നാണ് എടുത്ത് എഴുതേണ്ടത്. നോക്കിയാലോ. രാത് കാ സമയ ഥാ, അവിടെ നമുക്കൊന്നും ചേർക്കാനില്ല അല്ലെ. നീതു കെ ഹാത്ത് മേ, ഒരു പുസ്തകത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ദേന്ന് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എന്താണ് എഴുതേണ്ടത്? കിതാബ്. അപ്പൊ സെന്റൻസ് എങ്ങനെയാകും? നീതു കെ ഹാത്ത് മേ കിതാബ് ദി. ഇനി അടുത്തത് നീതു, വീടിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ നമുക്ക് ഘർ എന്ന് കൊടുക്കാം. നീതു ഘർ കെ ബാഹർ തി. അമ്മ, പിന്നെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒരു ചായയുടെ ചിത്രമാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അമ്മ ചായ് ലേക്കർ ആയി. അമ്മ കെ സാത്ത്, ഒരു നായ്ക്കുട്ടിയുടെ ചിത്രമല്ലേ അത്. അപ്പൊ നമ്മൾ അവിടെ എന്താണ് എഴുതേണ്ടത്? പില്ല. അമ്മ കെ സാത്ത് പില്ല ബി ആയ. നീതുനെ പില്ലേക്കോ, ഒരു ബോളിന്റെ ചിത്രമാണ് അല്ലെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോളിന് ബോൾ എന്ന് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? നീതുനെ പില്ലേക്കോ ബോൾ ദിയ. നമുക്ക് അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. പാനി സേ ഹി യഹ് ജഗ് സുന്ദർ, പാനി സേ ജീവൻ ഹെ. ചോദ്യങ്ങൾ നോക്കിയാലോ. ജൽ കാ സമാനാർത്ഥക് ശബ്ദ കവിതാംശ സേ ചുൻകർ ലിഖേ. ജലിന്റെ സമാനാർത്ഥക് ശബ്ദ ഈ വരികളിൽ നിന്ന് എടുത്ത് എഴുതണം. ഏതാണ് വരിക? പാനി അല്ലേ. പാനി അമൂല്യ ഹെ, പാനി കെ മഹത്വ പർ പോസ്റ്റർ തയ്യാർ കരേ. വെള്ളം അമൂല്യമാണ്, വെള്ളത്തിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെള്ളവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആകർഷകമായ ഒരു ചിത്രമൊക്കെ വരച്ച് ഒരു ടൈറ്റിൽ കൊടുക്കുക അല്ലെ. ഒരു എന്താണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്? പാനി അമൂല്യ ഹെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് ബോർഡറൊക്കെ വരച്ച് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കാം. നമുക്ക് ആറാമത്തെ ആക്ടിവിറ്റി നോക്കാം. ചിത്ര കെ ആധാർ പർ വാക്യോം കോ ക്രമ സേ ലിഖേ. ചിത്രത്തെ അടിസ്ഥാനമാക്കി സെന്റൻസുകൾ ക്രമത്തിൽ എഴുതണം. അപ്പൊ ആദ്യത്തെ ചിത്രം നോക്കിക്കേ. ഒരു മരത്തിന്റെ മേലെ ഒരു പക്ഷിക്കുഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ.
അപ്പൊ നമ്മൾ എന്താണ് എഴുതുക? ഇവിടെ താഴെ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എന്താണ് എന്നുള്ളത് അതിന്ന് വായിച്ചതിന് ശേഷം എടുത്ത് എഴുതിയാ മതി. അപ്പൊ നോക്കൂ, എന്താണ് വരിക? പേട് കെ ഊപ്പർ ചിടിയാ ഹെ. എന്താണ് വരിക? പേട് കെ ഊപ്പർ ചിടിയാ ഹെ. രണ്ടാമത്തെ ചിത്രം ഒരു വീടും അതിന്റെ മുന്നിലായിട്ട് ഒരു പൂച്ചക്കുട്ടിയുമാണ് അല്ലെ. അപ്പൊ എന്താണ്? ആദ്യത്തെ തന്നെ എഴുതാം അല്ലെ. ഘർ കി സാമനെ എക് ബിലൗട്ടാ ഹെ. മൂന്നാമത്തേതോ ഒരു കുളത്തിന്റെ അരികിലായിട്ട് അല്ലെങ്കിൽ കുളത്തിന്റെ തീരത്ത് ഒരു ജലമുർഗിയാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? താലാബ് കി കിനാരെ എക് ജലമുർഗി ഹെ. അടുത്തതോ മരത്തിന് താഴെ ഒരു ബാലു ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പേട് കെ നീച്ചെ എക് ബാലു ഹെ. അഞ്ചാമത്തെ നോക്കൂ, വീടിന് മുന്നിലായിട്ട് ഒരു പെൺകുട്ടിയാണ് അല്ലെ. അപ്പൊ എന്താണ് എഴുതേണ്ടത്? പുറത്താണ് നിൽക്കുന്നത്, വീടിന്റെ ഫ്രണ്ടില് പുറത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എന്ത് എഴുതാം? ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഘർ കെ ബാഹർ എക് ലഡ്കി ഹെ. വീടിന് പുറത്ത് ഒരു പെൺകുട്ടി, വീടിന് പുറത്താണ് അല്ലെ. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. അങ്ങനെ സെന്റൻസുകളെല്ലാം ഒന്നുകൂടെ നമുക്ക് ക്രമത്തിലാക്കാം. ആദ്യം വരുന്നത് ഏതാണ്? പേട് കെ ഊപ്പർ ചിടിയാ ഹെ. രണ്ടാമതോ घर के सामने एक बिलौटा है. മൂന്നാമത് താലാബ് കി കിനാരെ एक ജലമുർഗി है. നാലാമത്തേത് पेड़ के नीचे एक बालू है. അഞ്ചാമത്തേതോ घर के बाहर एक लड़की है. ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ എളുപ്പമുള്ളതായിരുന്നു അല്ലേ. അപ്പം എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.